ഏറ്റവും വലിയ രണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പും. കേരളത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുന്ന രണ്ടു തെരഞ്ഞെടുപ്പുകളിൽ തുല്യശക്തികളായ UDFും LDFും പടപൊരുതാൻ നിൽക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവർക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോ ഒരു മുന്നണിയിലേക്ക് ചാഞ്ചാട്ടം നടത്തിയാൽ മാത്രമേ ആ മുന്നണിക്ക് രക്ഷയുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി ജോസ് കെ മാണി മാറിയിരിക്കുകയാണ്. കാരണം ജോസ് കെ മാണിക്ക് കഴിഞ്ഞ തവണ LDFിൽ വന്നു, അതിനു മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ UDFിലായിരുന്നു. ഇനി അദ്ദേഹത്തിന് UDFിലേക്ക് തിരിച്ചു വരാൻ വലിയ മടിയൊന്നുമില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വരവിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ജോസ് കെ മാണിയുടെ വരവ് നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പാണെങ്കിൽ അത് വളരെ അനിവാര്യമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ താഴെത്തട്ടിലുള്ള മെഷീനറി വോട്ടേ ഉള്ളൂ, അത് ചലിപ്പിക്കാൻ പറ്റുന്ന മെഷീനറി കോൺഗ്രസിനില്ല. പ്രത്യേകിച്ച് കോട്ടയത്തിലെ മിക്കവാറും എല്ലായിടത്തും, എറണാകുളം 2-3 ജില്ല ഒഴിച്ച് ബാക്കി എല്ലായിടത്തും. മറിച്ച് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ആരുടെ ആവശ്യമില്ല ഒരു ഓളത്തിൽ കോൺഗ്രസിൻ്റെ MLA ജയിച്ചു പോകും, പലരും ജയിച്ചു പോകും. ഇപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ അങ്ങനെ കുറേ പേര് ജയിച്ചിട്ടുണ്ട്. ജയിക്കുകയില്ല എന്ന് പ്രതീക്ഷിച്ചവരൊക്കെ ജയിച്ചു. അത് ഓളത്തിലങ്ങ് പോകുന്നത്. സംഘടനാ പ്രവർത്തനം കൊണ്ട് ജയിക്കാൻ പറ്റണമെന്നില്ല. ഇവിടെ ജോസ് കെ മാണിയുടെ സാന്നിധ്യം ഇവിടെ ആവശ്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ കണക്ക് കൂട്ടുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുമ്പേ, മോഡി എപ്പോഴും ഒരു സർപ്രൈസ് കൊടുക്കുന്ന ആളാണ്. പ്രതീക്ഷിക്കുന്നതിന് മുമ്പേ ചിലപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായേക്കാം. ഒന്ന്, സെപ്റ്റംബർ 17 മോഡി 75 വർഷം വയസ്സാകുന്നത്. അന്ന് ഈ ജോസ് കെ മാണിയുടെ വിഷയം വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ 2 അതിരൂപതകൾ, പാല, കോതമംഗലം എന്നീ 2 അതിരൂപതകൾ, ചങ്ങനാശ്ശേരി, ഒരു പക്ഷേ ചങ്ങനാശ്ശേരിയും, ചങ്ങനാശ്ശേരി അത്രയും ഈ വന്യജീവികളുടെ ബുദ്ധിമുട്ട് നേരിടാത്തത് കൊണ്ട് ഇപ്പോൾ പറഞ്ഞു വരുന്നത് കോതമംഗലവും അതുപോലെ പാലയും. ഈ 2 അതിരൂപതകൾ ജോസ് കെ മാണിയോട് നിർബന്ധിക്കുന്നു താങ്കൾ UDFിലേക്ക് പോകണം എന്നതിനപ്പുറം കേരളത്തിലെ വന്യജീവി ആക്രമണങ്ങളെല്ലാം ഉണ്ടാകുന്നതിൽ കേരള സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു, അതിന് നടപടിയെടുക്കാൻ എന്നുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി അമേരിക്കയിലായിരുന്നിട്ട് പോലും കത്തെഴുതാൻ ജോസ് കെ മാണി നിർബന്ധിതമായത്. ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ നമുക്കറിയാം. പ്രധാനമായും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPMൻ്റെ കൂടെ മാണി അല്ലാതിരിക്കുന്ന സമയത്ത് പോലും CPMന് അവിടെ 34% മാത്രമേ, അല്ല LDFന് ലോകസഭയിൽ 34% വോട്ട് കിട്ടിയെടുത്ത് ഇത്തവണയും കിട്ടിയത് 33%. അന്ന് വാസവന് കിട്ടിയത് തന്നെയാണ് ഇന്ന് ചാഴിക്കാടനും കിട്ടിയത് എന്ന് പറയുമ്പോൾ ജോസ് കെ മാണിയുടെ പ്രവർത്തകർ എല്ലാവരും UDFനാണ് വോട്ട് ചെയ്തത് എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ ജോസ് കെ മാണിയും ഒരു റോഷി അഗസ്റ്റിനെയും അവിടെ നിന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും വിജയ സാധ്യത ഉണ്ടാകണമെങ്കിൽ UDFിലേക്ക് വരണമെന്ന് ജോസ് കെ മാണി തീരുമാനിച്ചിരിക്കുന്നത്. ജോസ് കെ മാണിക്ക് വിജയസാധ്യത വേണമെങ്കിൽ UDFിലേക്ക് വരിക തന്നെ വേണം. UDFന് അനിവാര്യമാണോ എന്നുള്ള രണ്ടാമത്തെ ഘട്ടമുണ്ട്. ഇവിടെ സ്വീകരിക്കുകയും കൂടെ വേണ്ടേ, പുഷ് ആൻഡ് പുൾ. ഇങ്ങോട്ട് വലിച്ചടിപ്പിക്കും, ഇങ്ങോട്ട് വരാൻ ജോസ് കെ മാണി റെഡിയാണ്. ഇവിടെ ആവശ്യം വരും. ഇവിടെയുള്ള പ്രശ്നം, ജോസ് കെ മാണി വരുന്നതോടുകൂടി എവിടുന്ന് ജോസ് കെ മാണിക്ക് UDFിൻ്റെ സീറ്റുകൾ കൊടുക്കാൻ പറ്റും? അത് ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ, പാല UDFിനെ സപ്പോർട്ട് ചെയ്യുന്ന മാണി സി കാപ്പൻ ജയിച്ചിരിക്കുന്നതാണ്. കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഏറ്റുമാനൂർ വേണമെങ്കിൽ കൊടുക്കാം. ഏറ്റുമാനൂർ മാത്രമാണ് ഏറ്റുമാനൂർ കൊടുക്കാൻ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, വാസവനെതിരായിട്ട് മത്സരിക്കാൻ ആര് തയ്യാറാകില്ല? UDFിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എതിരാളി എന്നാലും അതൊക്കെ പേഴ്സണൽ റാപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുണ്ട്, എല്ലാ രംഗത്തും ഉണ്ട്, എവിടെയുണ്ട്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യം, കമ്മ്യൂണൽ ആയിട്ട്, അല്ലെ അടുത്ത വർഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് വേണം ഒരു വാക്ക് പറയാം, ഭംഗി വാക്ക്. ജാതിയാണ് കളി, അത് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ള വാക്ക് പറയുമ്പോൾ പ്രശ്നമില്ല. ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് കോട്ടയം ജില്ലയിലെ ക്രിസ്ത്യൻ സമുദായം ഒരു പോളറൈസ്ഡാണ് ശരിക്കും. ജ്ഞാനായ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ തെക്കുംഭാഗം എന്ന് പറഞ്ഞ വിഭാഗമുണ്ട്. അവർക്ക് ആകെ ചാഴികാടൻ്റെ പാർട്ടി, അവർക്ക് ആകെ കൊടുക്കാൻ പറ്റുന്ന 2 സീറ്റുകളിൽ ഒന്ന് ഏറ്റുമാനൂരും ഒന്ന് കടുത്തുരുത്തിയുമാണ്. കടുത്തുരുത്തി കൊടുത്തു കഴിഞ്ഞാൽ ജോസ് കെ മാണിക്ക് കൊടുത്താൽ ജ്ഞാനായക്കാരന് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ജോസ് കെ മാണിക്ക് ജ്ഞാനായ അല്ല. അത് മാത്രമല്ല, മോൻസ് ജോസഫിനെ മാറ്റി ഏറ്റുമാനോ എങ്ങോട്ടെങ്കിലും മത്സരിക്കാൻ വിട്ടു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ മോൻസ് ജോസഫ് മാറ്റുന്ന PJ ജോസഫിന് ഇഷ്ടമായിരിക്കും.
ഒരു കരുത്തൻ അതെ അതെ ഇതെല്ലാവരും നമ്മൾക്ക് ചലഞ്ചാകാൻ സാധ്യതയുള്ളവരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പിന്നെ രാഷ്ട്രീയം. കാസർഗോഡ് ബാലകൃഷ്ണനൊക്കെ അവിടെ പോയി, പെരിയ ബാലകൃഷ്ണനൊക്കെ അതെ അറിയപ്പെടുന്നവരല്ലായിരുന്നു. അതെ അപ്പം നമുക്ക് ചലഞ്ചാകാൻ സാധ്യതയുള്ളവരെ എങ്ങനെയെങ്കിലും അവരെ ബ്രാൻഡ് ചെയ്യും ഏതെങ്കിലും തരത്തിൽ. ഇവിടെ ജോസ് കെ മാണിക്ക് സീറ്റ് കൊടുക്കാൻ പ്രശ്നമില്ല, പക്ഷെ മറിച്ച് ആ സീറ്റ് ഏത് സീറ്റ് കൊടുക്കും എന്നുള്ളതാണ്. പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ജോസ് കെ മാണി തന്നെ ജയിച്ചിരിക്കുന്ന, ഇടതുപക്ഷത്തിൻ്റെ സഹായത്തോടെ ജയിച്ചിരിക്കുന്ന, ജോബ് മൈക്കിൾ മത്സരിച്ച് ജയിച്ചിരിക്കുന്ന ആ സീറ്റ് വേണമെങ്കിൽ കൊടുക്കാം. ഒരു പക്ഷേ ജോബ് മൈക്കിൾ ഇടത് സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ പിന്നെ കണക്കുകൂട്ടലൊക്കെ തെറ്റും. അതെ. അപ്പോൾ ജോസ് കെ മാണിയുടെ ഇങ്ങോട്ടുള്ള പ്രവേശനം ഒരു വലിയ ചക്രമാണ്. മാനൂർ സീറ്റ് തന്നെയാണ് അതിനൊരു പ്രതിവിധി എന്ന് കാണുന്നു. കാരണം തൊട്ടടുത്തുള്ള കടുത്തുരുത്തി മോൻസ് ജോസഫ് വിട്ടുകൊടുക്കില്ല, ചങ്ങനാശ്ശേരി ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നു. ഏറ്റുമാനൂരാണെങ്കിൽ അത് തികച്ചും CPM-ന്റെ കയ്യിലുള്ളൊരു സീറ്റ് കൊടുത്ത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. പാല ഏതായാലും കിട്ടില്ല. അതിനപ്പുറത്ത് ജോസ് കെ മാണി അദ്ദേഹത്തിൻ്റെ മറ്റുള്ള നേതാക്കളെയൊക്കെ സമ്മർദ്ദം കൊണ്ടാണ് പാർട്ടി വിടുന്നത് എന്നുറപ്പാണ്. ഏറ്റുമാനൂർ ഇതേ പ്രശ്നമുണ്ട്. ജ്ഞാനായ സമുദായത്തെ വെറുപ്പിച്ചിട്ടാണ് തോമസ് ചാഴികാരൻ പാർലമെൻറ്റിൽ തോറ്റു. അസംബ്ലി വാസവൻ ആ സീറ്റ് മാറിക്കൊടുക്കേണ്ടി വന്നു. അവിടെ അന്നുറപ്പ് പാർലമെൻറ്റിലേക്ക് ജയിപ്പിക്കാമെന്നായിരുന്നു. പാർലമെൻറ്റിൽ പക്ഷേ ജയിച്ചില്ല. ഈ ജ്ഞാനായ സമുദായം നല്ല ഭാഗത്ത് വോട്ടുള്ള സമരമാണ് ഏറ്റുമാനൂർ. അവിടെയും തിരിച്ചടി ഉണ്ടാവും. എന്നാൽ ജോസ് കെ മാണിക്ക് അതല്ലാതെ ഇപ്പോൾ പൂഞ്ഞാറിലേക്ക് വന്നാലോ, പൂഞ്ഞാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സീറ്റ് ഇവിടെ കോട്ടയം ജില്ലയിൽ തന്നെ ആദ്യത്തെ പരിഗണനയിൽ വരുന്നൊരു സീറ്റായി പൂഞ്ഞാർ മാറിയിരിക്കുന്നു. ടോമി കല്ലാനിയാണ് കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച് തോറ്റതെങ്കിലും ഇപ്പോൾ അവിടുത്തെ PC ജോർജിന് പണ്ട് ലഭിച്ചിരുന്ന മുസ്ലിം വോട്ടുകൾ, അതായത് കഴിഞ്ഞ തവണ ഒരു വ്യക്തമായ ഒരു ധാരണയില്ലാത്ത സമയത്ത് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന് പോയിരുന്ന ആ ഒരു മുസ്ലിം വോട്ടുകൾ, ഏകദേശം 60,000-ൽ കൂടുതൽ വരുന്ന മുസ്ലിം വോട്ടുകൾ, അത് ഇത്തവണ UDF-ലേക്ക് വരും എന്നുള്ളതാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത്. കാരണം കുറേ ഉണ്ട്. പിണറായി വിജയനുമായുള്ള എതിർപ്പും PC ജോർജ് BJP-യിലേക്ക് പോയതും അങ്ങനെയുള്ള പലതരത്തിലുള്ള എതിർപ്പുകൾ നേരിടുന്ന അതായത് ഈ മുനിസിപ്പാലിറ്റിയിൽ മാത്രം, ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ മാത്രം 90%-ലേറെ മുസ്ലിങ്ങളാണ് ഉള്ളതെന്നും ഈ വോട്ടുകൾ പൂഞ്ഞാറിൽ UDF-ന് ലഭിക്കുമെന്ന് പറയുമ്പോഴാണ് അവിടെ നമുക്കറിയാം ടോമി കല്ലാനി, PA സലീം തുടങ്ങിയ സ്ഥാനാർത്ഥികളുടെ പേര് വരുന്നത്. അവിടെയാണ് ഒരു പക്ഷേ ജോസ് കെ മാണിക്ക് കിട്ടാൻ സാധ്യത. അവിടെയും പ്രശ്നം ജോസ് കെ മാണിയുടെ കൂടെയുള്ള ഇതുവരെ ജോസ് കെ മാണിയുടെ ഒപ്പം നിന്ന് സെബാസ്റ്റ്യൻ കുളത്തുങ്ങളുടെ സീറ്റ് ജോസ് കെ മാണിക്ക് മേടിച്ചു കൊടുക്കണം. അതെ, അവിടെ ഈ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ജോസ് കെ മാണി വരാൻ തീരുമാനിച്ചാൽ ഇവിടെ എല്ലാം പ്രശ്നങ്ങളാണ്. അതെ, കാരണം സ്വന്തം പാർട്ടിയിൽപ്പെട്ടവനെ ഘടകസ്ഥം ചെയ്യണം. അതിന് എത്രമാത്രം ജോസ് കെ മാണിക്ക് പറ്റൂ എന്നുള്ളതാണ്. പക്ഷേ ജോസ് കെ മാണി കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ട്. ഇനി വരുന്നില്ല എങ്കിൽ ജോസ് കെ മാണിക്കായിരിക്കും ഏറ്റവും വലിയ നഷ്ടം, ഇതിനേക്കാളും വലിയ നഷ്ടം. കാരണം കൂടെയുള്ള പ്രവർത്തകർ ഉണ്ടാകില്ല, കൂടെയുള്ള MLA-മാരൊക്കെ തോൽക്കാൻ പോകുന്നു. ഒരു സർവേയിൽ പറഞ്ഞിരിക്കുന്നത് പ്രമോദ് നാരായണൻ എന്ന റാന്നി MLA ഇപ്പോൾ തന്നെ തോൽവി ഉറപ്പിച്ചു എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വരുന്നു. അത്രയ്ക്കും മാണി ഗ്രൂപ്പിനൊപ്പം ഉണ്ടായിരുന്ന MLA-മാർ തോൽക്കാനാണ് കൂടുതൽ സാധ്യത. UDF-നൊപ്പം പോയില്ല എങ്കിൽ, അതായത് പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും ചങ്ങനാശ്ശേരിയും കോട്ടയം ജില്ലയിൽ നിന്ന് UDF-നൊപ്പം അല്ല എങ്കിൽ ഇനി ജയിക്കില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും സർവേയും ഒക്കെ പറയുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ജോസ് കെ മാണിക്ക് വരാതിരിക്കാൻ കഴിയില്ല. ജോസ് കെ മാണിയുടെ മുമ്പിലുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ഇതിലേതെങ്കിലും ഒരു കേരള കോൺഗ്രസിന് സ്വന്തം പാർട്ടിയിലെ MLA തന്നെ പറഞ്ഞ് സമ്മതിപ്പിച്ച്, അല്ലെ അവരുടെ മാർഗം എന്താ വേണ്ടെന്നങ്ങ് ചോദിക്കാം. മറ്റുള്ള ബോർഡ് ചെയർമാൻ സ്ഥാനം, അല്ലെങ്കിൽ MP സ്ഥാനം, ജോസ് കെ മാണിയുടെ MP സ്ഥാനമുണ്ട്, അത് വാഗ്ദാനം ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇവരിലുമായിട്ട് ഇവരുടെ കൺസെൻസസ് മേടിച്ചു കഴിഞ്ഞാൽ ഈ വർക്കൗട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ ആകെ ആശയക്കുഴപ്പമാണ്. അതെ, ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിന് കോട്ടയം ജില്ലയിൽ കൊടുക്കേണ്ട സീറ്റ് എന്ന് പറയുന്നത് ഏതാ മോൻസിൻ്റെ സീറ്റാണ് കൊടുക്കേണ്ടത്. പിന്നെ രണ്ടാമത് MP സ്ഥാനം കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇതേ പ്രശ്നം ഫ്രാൻസിസ് ജോർജ് കോട്ടയത്തെ MP ആന്നേ. ഇത് വേണ്ടെന്ന് ചോദിക്കുമോ? ഇല്ല. അവിടെയാണ് പ്രശ്നം. പിന്നെ ജോസ് കെ മാണിക്ക് ചങ്ങനാശ്ശേരിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ അവിടുത്തെ MLA തയ്യാറായ, പക്ഷേ UDF-ലേക്ക് വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വരുന്നതാണ് UDF-ന് ഏറ്റവും നല്ലത്. കാരണം 200-ലേറെ പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള മറ്റു തദ്ദേശ സ്ഥാപനങ്ങൾ, ഇതൊക്കെ ജോസ് കെ മാണി വരുന്നതോടുകൂടി കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് വന്നൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഈ ജോസ് കെ മാണി എന്ന് പറയുന്ന നേതാവ് പിണറായി വിജയനുമായുള്ള നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പിണറായി വിജയനും മാത്രമായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നു.
ആ ബന്ധം, നല്ല ബന്ധം, രാഷ്ട്രീയ ബന്ധം എന്നതിനപ്പുറം ഈ ബാർക്കോഴ എന്നൊക്കെ പറയുന്നുള്ള മറ്റു ചില ബന്ധങ്ങളും കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ വരാൻ മടി കാണിച്ചാൽ കൂടെയുള്ള പ്രവർത്തകരും കൂടെയുള്ള നേതാക്കളും എല്ലാവരും കോൺഗ്രസിനൊപ്പം UDF-നൊപ്പം പോകുമെന്നുള്ളത് 2 തെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചു കഴിഞ്ഞു. ഉമ്മൻചാണ്ടി 10,000-ൽ താഴെ വോട്ടുകൾക്ക് ജയിച്ച പുതുപ്പള്ളിയിൽ മകൻ ചാണ്ടി ഉമ്മൻ ജയിക്കുന്നത് 38,000-ഓളം വോട്ടുകൾക്കാണ്. അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,00,000-ൽ കൂടുതൽ വോട്ടുകൾക്ക് ജയിച്ച ചാഴിക്കാടൻ 1,00,000 വോട്ടിന് തോൽക്കുകയാണ്. അപ്പൊ ഇതൊക്കെ മാണി ഗ്രൂപ്പിന്റെ പ്രവർത്തകരൊക്കെ UDF-ലേക്ക് പോയി കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ്. അതുകൊണ്ട് ജോസ് കെ മാണി ഒരു സിമ്പലാണ്. ഒരു കത്തോലിക്ക സഭയുടെ കത്തോലിക്കർക്ക് അവരുടെ കൂട്ടത്തിൽ കത്തോലിക്ക സഭയിൽ നിന്ന് വന്നിരിക്കുന്ന KM മാണിക്ക് ശേഷം വേറൊരാൾ വന്നിട്ടില്ല. PJ ജോസഫിന് ആ റോഡിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. കുറേ മെത്രാന്മാരായിട്ട് നല്ല ബന്ധമുണ്ട്. പക്ഷേ ജോസ് കെ മാണി കത്തോലിക്ക സഭയുടെ വക്താവ് അല്ലെങ്കിൽ അവരുടെ ആള് എന്നുള്ള രീതിയിൽ കുറേ വോട്ടുകളെ സ്വാധീനിക്കാൻ പറ്റുന്നവരാണ്. പക്ഷേ ജയിക്കാൻ പറ്റുന്നവരാണ്. ആ വോട്ട് കൊണ്ട് ജയിക്കണമെന്നില്ല, സ്വാധീനിക്കാൻ പറ്റുന്നവരാണ്. എല്ലാ ബിഷപ്പുമാരായിട്ട് നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. ജോസ് കെ മാണിയും പുലർത്തുന്നുണ്ട്, ഇപ്പുറത്തുമുണ്ട്. അപ്പോൾ ആ കളി ഇപ്പോൾ സണ്ണി ജേക്കബ് ജോസഫ് നമ്മുടെ KPCC പ്രസിഡന്റ് വന്നതോടുകൂടി അത് ഒത്തിരി ഇക്വേഷൻ മാറും. അപ്പോൾ ഈ ജോസ് കെ മാണിക്കുള്ള ഇപ്പോഴത്തെ പ്രശ്നം വലിയ ബാർഗെയിനിങ് ഒന്നും കൂടാതെ, അധികം ബാർഗെയിനിങ് ഒന്നും കൂടാതെ കോൺഗ്രസുമായിട്ട് നമ്മൾ അവരുടെ തന്നെ ഏതെങ്കിലും സീറ്റ് സഫർ ചെയ്ത് കൊടുക്കുക. കോൺഗ്രസ് എന്തെല്ലാം തയ്ച്ചു എന്നറിയോ? നമ്മൾ തരൂരിൻ്റെ കാര്യം പറയാം. കോൺഗ്രസ് ഇവർക്ക് വേണ്ടി എന്തെല്ലാം തയ്ച്ചു. അതെ, കോട്ടയത്തെ സീറ്റ്, പാർലമെന്റ് സീറ്റ് ഒരെണ്ണം കുറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അല്ല, വാഴൂർ നിയോജകമണ്ഡലം കുറഞ്ഞു. ഇതെല്ലാം ആർക്കാ കൊടുത്തേ? കോൺഗ്രസിന്റെ സീറ്റ് എടുത്ത് കൊടുക്കേണ്ടി വന്നില്ലേ? പാർലമെന്റ്, മൂവാറ്റുപുഴ പാർലമെന്റ് ഇല്ലാതായപ്പോൾ കോട്ടയം കൊടുത്ത് കേരള കോൺഗ്രസിന്. അതെ, അങ്ങനെയാണ് കേരള കോൺഗ്രസിന് സീറ്റ് കിട്ടുന്നത്. UDF-ലുണ്ടാകുമ്പോൾ പലതും കൊടുത്ത് കോൺഗ്രസ് അത്രയും വിട്ടുവീഴ്ച ചെയ്തിട്ട് എന്നിട്ട് പോലും ഒരു ചെറിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കാൻ താമസിച്ചതിൻ്റെ പേരിൽ മുന്നണി മാറാൻ അങ്ങോട്ട് തെറ്റാണ്. ശരി. പക്ഷേ ഇന്ന് കുറേ കാലത്തിന് ശേഷം ജോസ് കെ മാണിയെയും കൂട്ടരെയും കൊണ്ടുവരാൻ ഏറ്റവും വലിയ സമ്മർദ്ദവും ശക്തമായ നീക്കവും നടക്കുകയാണ് UDF-ൽ. അതായത് അടൂർ പ്രകാശ് UDF കൺവീനറായി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു അഭിമാന പ്രശ്നം കൂടിയായി അദ്ദേഹം എടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ക്രൈസ്തവ സഭയെ ഒന്നടങ്കം കയ്യിലെടുക്കാൻ കഴിയുന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വന്നിരിക്കുന്നു. അതിനെല്ലാം അപ്പുറത്ത് ഇവരുടെ ഏറ്റവും വലിയ, അതായത് ശക്തമായ സമ്മർദ്ദത്തിൻ്റെ ഫലമായി KC വേണുഗോപാൽ കേന്ദ്രത്തിൽ നിന്നും ചരട് വലിക്കുകയാണ് മാണിക്ക് വേണ്ടി, ജോസ് കെ മാണിക്ക് വേണ്ടി. അത് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് പറയുന്നൊരവസ്ഥയിലേക്ക് ഒരു 2 ദിവസം മുൻപ് ജോസ് കെ മാണിയുമായി രാഹുൽ ഗാന്ധി ചർച്ച നടത്തി എന്നുള്ള വാർത്തകൾ വരെ വന്നിരുന്നു. അത് സ്ഥിരീകരിച്ച് മറ്റു പത്രങ്ങളിലൊക്കെ കണ്ടില്ല. പക്ഷേ ചില വാർത്തകളിൽ ജോസ് കെ മാണിയുമായി രാഹുൽ ഗാന്ധി ബന്ധപ്പെട്ട് കഴിഞ്ഞു KC വേണുഗോപാലിൻ്റെ സാന്നിധ്യത്തിൽ എന്നുള്ള വാർത്തകൾ വരെ വന്നിരിക്കുന്നു. അതിനർത്ഥം ജോസ് കെ മാണി ഇനി കൂടുതൽ കാലതാമസമില്ലാതെ UDF-ന്റെ ഭാഗമാകും. അഥവാ ജോസ് കെ മാണിക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ ജോസ് കെ മാണിയുടെ KM മാണിയുടെ തന്നെ ഏറ്റവും വിശ്വസ്തനായ റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവരെ അടർത്തിയെടുത്തുകൊണ്ട് UDF പോകും എന്നുള്ളത്. ചങ്ങനാശ്ശേരിയിലെ ജോബ് മൈക്കിളൊക്കെ പോരും. ജോബ് മൈക്കിൾ, സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ഒരുപക്ഷെ ജയരാജും പ്രമോദ് നാരായണനും മാത്രം കൂടെ കാണും എന്നുള്ളതല്ലാതെ അവർക്കും ആ മണ്ഡലം അത്ര സുരക്ഷിതമല്ല എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേ അവരും UDF-ലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അല്ല, അതുകൊണ്ട് കിട്ടുന്ന മെച്ചം ഒരു ചില നിയോജകമണ്ഡലം ടൈറ്റ് മത്സരം ഉണ്ടാവുകയാണെങ്കിൽ, കോട്ടയത്ത് ടൈറ്റ് മത്സരം ഉണ്ടാവുകയാണെങ്കിൽ 2000 വോട്ടും 3000 വോട്ടും ഒക്കെ നിർണായകമാണ്. അതെ, ആ വോട്ട് സപ്ലൈ ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? പക്ഷെ അതിന് കൊടുക്കേണ്ടി വരുന്ന സീറ്റിൻ്റെ എണ്ണം കൂടും. ഇപ്പം അൻവറിനെ പറ്റിയ മണ്ടത്തരം ജോസ് കെ മാണിക്ക് പറ്റുമെന്ന് സംശയമുണ്ട്. അൻവർ ബാർഗെയിനിങ്ങിന് പോയി, ഇന്ന സ്ഥാനാർത്ഥിയായിരിക്കണം, ഞങ്ങൾക്ക് 3 സീറ്റ് വേണം, മന്ത്രിസ്ഥാനം വേണം. അതുപോലെ ജോസ് കെ മാണി ബാർഗെയിനിങ്ങിനാണ് ശ്രമിക്കുന്നതെങ്കിൽ അവിടെ തീർന്നത്. അത് ജോസ് കെ മാണി ബാർഗെയിനിങ് ഒന്നും ശ്രമിക്കാതെ അദ്ദേഹത്തിനൊരു മന്ത്രിയാകാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. കഴിഞ്ഞ 5 ടൈം പുറത്തു നിൽക്കേണ്ടി വന്നില്ലേ? LDF-ന്റെ ഭാഗമാണെങ്കിൽ ഇനി ജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളില്ല, മന്ത്രിയാകാൻ സാധിക്കുകയുമില്ല. ജോസ് കെ മാണി നഷ്ടക്കച്ചവടത്തില. LDF-ന്റെ ഭാഗമാണെങ്കിൽ MLA ആകാൻ എവിടുന്ന? ഏതായാലും ജോസ് കെ മാണി എന്ന നേതാവും അദ്ദേഹത്തിൻ്റെ പാർട്ടി കേരള കോൺഗ്രസ് എമ്മും UDF-ൽ എത്തിയാൽ മാത്രമേ അവരുടെ ആഗ്രഹങ്ങൾ പൂവണിയും എന്നുള്ളത് കൊണ്ട് തന്നെ UDF ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ജോസ് കെ മാണി UDF-ലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്.